ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടവറയ്ക്കുള്ളിലെ ജീവിതം എന്ന നോവലിൻ്റെ 37-ാം അധ്യായം തുടരുന്നു. ചെറിയപ്പായുടെ വാക്കുകൾ അവൾ ഓർത്തു. നിന്റെ കൃപയാൻറ്റി. അപ്പോൾ ചെറിയപ്പയ്ക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയപ്പ ആൻറ്റിയുടെ പേരെടുത്ത് പറയില്ല, അതും ഇത്ര സൗമ്യനായി. ഇനി എവിടെയെങ്കിലും ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ടോ ആൻറ്റീനെ? അല്ലെങ്കിൽ ചെയ്തു പോയ പാവത്തെക്കുറിച്ചുള്ള കുറ്റബോധമാണോ? ജുവാനയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും അവളുടെ കൺമുമ്പിൽ ഉപ്പുപ്പായുടെ മുറി തെളിഞ്ഞു വന്നു. പടച്ചോനെ കാക്കണേ. ജുവാനക്കരികിൽ നിന്ന് റിഫാൻ നേരെ പോയത് കൃപയ്ക്കരികിലേക്കാണ്. താടിക്ക് കൈതാങ്ങി അയാൾ അങ്ങനെയിരുന്നു. ജുവാനയെ കണ്ടോ? കൃപ ചോദിച്ചു. അയാൾ മറുപടി പറയാതെ അതേ ഇരിപ്പിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തെ? പെട്ടെന്ന് അയാൾ മുഖമുയർത്തി. കണ്ടു, പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല. അവൾ എന്നെ റൂമിൽ നിന്ന് പുറത്താക്കി. കാരണം അവളുടെ കൃപയാൻറ്റിയെ പുറത്താക്കിയ ദുഷ്ടനല്ലേ ഞാൻ? അത് പറയുമ്പോൾ അയാളുടെ സ്വരം ഇടറിയിരുന്നു. എന്താ സ്വരത്തിനൊരു ഇടർച്ച? ആ ഫോൺ ഇങ്ങതാ. ഞാൻ ജുവാനയോട് സംസാരിക്കാം. ഇല്ല, അവളത് വിശ്വസിക്കില്ല. ഞാൻ നടത്തുന്ന തട്ടിപ്പായി അവളതിനെ കാണൂ. എങ്കിൽ ജുവാനയെ എൻ്റെ അടുക്കൽ എത്തിക്കുക. എങ്ങനെയെങ്കിലും ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊള്ളാം. നിങ്ങളെന്നെ ഒരു വിധത്തിലും ഉപദ്രവിച്ചിട്ടില്ലെന്നേ പറയൂ. ഞാൻ എന്നെ രക്ഷിക്കാൻ നോക്കേണ്ട, റിഫാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പെരിങ്കരയിലെത്താൻ നോക്കാം. എൻ്റെ രക്ഷ നോക്കിയിട്ടല്ലേ താമസം വരുന്നത്. ഇതാ ഫോൺ, വിളിക്കാം. നിങ്ങളുടെ പവേട്ടനെ വിളിക്കുക. എന്നിട്ടെല്ലാം പറയുക. ഞാൻ ഇവിടെയുള്ള ഇന്ത്യൻ എംബസിയിലേക്കും വിളിക്കാം. അപ്പോൾ കാര്യങ്ങളെല്ലാം വേഗത്തിലാവും. ആലോചിക്കാതെ ഒന്നും ചെയ്യല്ലേ. കൃപ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. പവേട്ടനെ ഒന്ന് കാണാൻ, ഒന്ന് മിണ്ടാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതുപോലെ എൻ്റെ മോനെയും ജുവാനയെയും ഒന്ന് കാണാൻ, അവരെ ഒന്ന് തൊടാൻ, 2 വാക്ക് സംസാരിക്കാൻ എൻ്റെ മനസ്സ് വെമ്പുകയാണ്. പക്ഷേ ഇതിനിടയിൽ നിങ്ങളെയും ഞാൻ ഓർക്കുന്നു. ഒരാപത്തും വരാതെ നിങ്ങളും രക്ഷപ്പെടണം. എൻ്റെ പടച്ചോനെ, റിഫാൻ അറിയാതെ വിളിച്ചുപോയി. ഈ കരുതൽ, ഈ സ്നേഹം, ഇതാണോ ഇന്ത്യക്കാർ? ഇതാണോ ഭാരത സ്ത്രീകൾ? എന്തു നല്ല വ്യക്തിത്വം, എത്ര ഹൃദയവിശാലത! ഇതാണോ താൻ ചവിട്ടിയരച്ച് കൊല്ലാൻ നോക്കിയത്? പെട്ടെന്ന് അയാൾ തൻ്റെ വലതുകാലിലേക്ക് നോക്കി. അത് കണ്ട കൃപയും പേടിച്ചു. പക്ഷേ അത്ഭുതം, ഒന്നും സംഭവിച്ചില്ല. ഒരു ഭാവഭേദവും അയാൾക്കുണ്ടായില്ല. ഞാനൊരു മനുഷ്യനായി, റിഫാൻ സ്വയം നെഞ്ചിൽ തല്ലി പറഞ്ഞു. കൃപ എന്നെ ഒരു മനുഷ്യനാക്കി. അതും പറഞ്ഞയാൾ അവൾക്ക് മുൻപിൽ കൈകൂപ്പി നിന്നു. ഇതാ ഈ വലതുകാലിലേക്ക് നോക്കിയാൽ എനിക്ക് ഇന്ത്യക്കാരോട് കലിപ്പാകും. കയ്യിൽ കിട്ടിയാൽ കൊല്ലണമെന്ന് തോന്നും. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അതിന് കാരണം കൃപയാണ്. കൃപയും വല്ലാതായി. എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി. തുടരും. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.